വലിയ കാശ് കൊടുത്ത് ഗോളുകൾ അടിക്കാൻ സ്ട്രൈക്കേഴ്സിനെ വാങ്ങുന്നു, എന്നാൽ ഗോളുകൾ വീഴുന്നില്ല. വിക്ടർ ഗ്യോക്കറസ്, ബെഞ്ചമിൻ ഷെസ്കോ, നിക് വോൾട്ടിമാഡെ ഒപ്പം പരിക്ക് കാരണം പുറത്താണെങ്കിലും അലക്സാണ്ടർ ഈസാക്ക് അടക്കം പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ പ്രത്യേകിച്ച് വലിയ ക്ലബ്ബുകളിലെ സ്ട്രൈക്കേഴ്സിന്റെ ഗോളുകളുടെ എണ്ണം പരിതാപകരമാണ്. ഹാളൻഡിനെ പോലെയുള്ള എക്സെപ്ഷൻസും ഉണ്ട്. എന്നാൽ ഇത് ഈ പ്ലെയേഴ്സിന്റെ തെറ്റല്ല എന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഈ സീസണിൽ പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ ക്വാളിറ്റി വളരെയേറെ കുറഞ്ഞെന്നാണ് പരക്കെയുള്ള വിമർശനം. ആഴ്സണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിന് ശേഷം ഈ ചർച്ച ശക്തമായിരിക്കുകയാണ്. മത്സരത്തിൽ മത്തയസ് കുനിയയുടെയും പാട്രിക് ഡോർഗുവിന്റെയും സ്ക്രീമേഴ്സ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ എന്താണ് മിസ്സിംഗ് എന്ന് ആരാധകരെ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഫ്ലോയിങ് അറ്റാക്കിംഗ് ഫുട്ബോളിന് പകരം വളരെ ഡിഫൻസീവ് ആയിട്ടുള്ള സെറ്റ് പീസുകളെയും ബോക്സിലേക്കുള്ള ലോങ് ത്രോസിനെയും ആശ്രയിച്ചുകൊണ്ടുള്ള ടാക്ടിക്സ് ആണ് പ്രധാനമായും ടീമുകളിൽ നിന്നും പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ കാണുന്നത്. ചെറിയ ടീമുകൾ, പ്രത്യേകിച്ച് റെലഗേഷൻ ബാറ്റിലുള്ള ബോട്ടം ഹാഫിലുള്ള ടീമുകളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ആഴ്സണൽ പോലുള്ള നിലവിലെ പ്രീമിയർ ലീഗ് ടേബിൾ ടോപ്പ് ആയിട്ടുള്ള ടീമൊക്കെ ഇത്തരത്തിൽ മത്സരിക്കുന്നത് വളരെയേറെ വിമർശനങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ആവറേജ് ഗോൾസ് ഫ്രം ഫോർവേഡ്സ് എന്ന കണക്ക് കഴിഞ്ഞ ദശാബ്ദത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ 1.36 പെർ ഗെയിം എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. 10 ലീഗ് മാച്ചസിൽ നിന്നും ഗ്യോക്കറസ് ഓപ്പൺ പ്ലേയിൽ നിന്ന് സ്കോർ ചെയ്തിട്ടില്ല. 17 അപ്പിയറൻസിൽ നിന്നും ഷെഷ്കോയ്ക്കുള്ളത് ആകെ 4 ഗോളുകളാണ്. വോൾട്ടിമാഡയ്ക്കുള്ളത് 9 ഗെയിംസിൽ നിന്നും ഒരൊറ്റ ഗോളാണ്. സ്മാർട്ട് ഡിഫൻസ് ഒക്കെയാണ് ഇതിന് കാരണമെന്ന് വിശദീകരിക്കാമെങ്കിലും ഗെയിംസിനെ വളരെ ബോറിംഗ് ആക്കുകയാണ് ഈ സ്ട്രാറ്റജി എന്ന് ആരാധകരും പണ്ഡിറ്റ്സും അഭിപ്രായപ്പെടുന്നു. ലോ ബ്ലോക്കുകളെ മറികടക്കാൻ പ്രയാസപ്പെടുകയാണെന്ന് നിരന്തരം വിശദീകരിക്കുന്ന ലിവർപൂൾ മാനേജർ ആർനെ സ്ലോട്ടിനെ സ്റ്റീവൻ ജെറാർഡ് എന്ന ലിവർപൂൾ ലെജൻഡ് വിമർശിക്കുകയും ചെയ്തിരുന്നു. 28% പ്രീമിയർ ലീഗ് ഗോളുകൾ ഇത്തവണ ഉണ്ടായിരിക്കുന്നത് നോൺ പെനാൽറ്റി സെറ്റ് പീസുകളിൽ നിന്നാണെന്നാണ് കണക്കുകൾ. കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ്. ഒരു ഗെയിമിൽ 4 ലോങ് ത്രോസ് എന്ന നിലയിലാണ് പ്രീമിയർ ലീഗ് ടീമുകളുടെ ആവറേജ്. ഇതുകൊണ്ട് തന്നെ സ്ട്രൈക്കേഴ്സിന് കിട്ടുന്ന ക്രോസസും ചാൻസസും തീരെ കുറഞ്ഞു. എന്നിരുന്നാലും സ്പേസ് ഒക്യുപ്പൈ ചെയ്യുക, ഡിഫൻസിനെ ഡ്രാഗ് ചെയ്യുക എന്ന ടാക്ടിക്കൽ ഗെയിം പ്ലേ ഗ്യോക്കറസ് പോലെയുള്ളവരിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. മാൻസിറ്റിയുടെ എർലിംഗ് ഹാളൻഡ്, ബ്രെൻഫോർഡിലെ ഈഗോർ തിയാഗോ എന്നിവർക്കൊക്കെ ഗോളുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും ഹാളൻഡ് ഒക്കെ തന്റെ ഫിസിക്കാലിറ്റി ഒന്നുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗിലെ ഡിഫൻസീവ് സ്ട്രാറ്റജിയെ ഒരു പരിധി വരെ മറികടക്കുന്നു. പ്രീമിയർ ലീഗിനെ ഈ ബോറിംഗ് അൺവാച്ചബിൾ ഫുട്ബോളിൽ നിന്നും രക്ഷിക്കാൻ യുണൈറ്റഡിന്റെ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം കാരണമാവുമെന്ന് ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷയർപ്പിക്കുന്നു.